പുതുവായ്പിൽ കടലിലിറങ്ങിയ യുവാവ് മരിച്ചു. കലൂരിൽ താമസിക്കുന്ന അഭിഷേകാണ് മരിച്ചത്. 22 വയസ്സായിരുന്നു. നഗരത്തിൽ നിന്നുള്ള 7 ചെറുപ്പക്കാരാണ് രാവിലെ ബീച്ചിലെത്തിയത്. വെള്ളത്തിൽ മുങ്ങിയവരെ കരക്കെത്തിച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അഭിഷേകിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്? വിഷ്ണു, ഇന്ന് രാവിലെ 7:30യോടുകൂടിയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. 7 ബിടെക് വിദ്യാർത്ഥികളായ 7-അംഗ സംഘമാണ് എറണാകുളം പുതുവൈപ്പിൽ ബീച്ചിലെത്തിയത്. ഇവിടെ കടലിൽ കുളിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. 4 പേരാണ് തിരയിൽപ്പെട്ടത്. അതിൽ 4 പേരെയും കരക്കെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അഭിഷേകിനെ രക്ഷിക്കാനായില്ല. 2 പേർ ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആൽബിൻ മിലനും എന്നീ 2 പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. മറ്റൊരാൾ അപകടമെല്ലാം തരണം ചെയ്തിട്ടുണ്ട്. അമലൻ ആണ് ആ വിദ്യാർത്ഥിയുടെ പേര്. ഇവർ അപ്രതീക്ഷിതമാക്കിയ വലിയ തിരമാലയിൽപ്പെട്ട് മുങ്ങുകയായിരുന്നു. ഇത് കണ്ടുനിന്നവരും തീരവാസി മത്സ്യത്തൊഴിലാളികളാണ് ഇവരെ കരയ്ക്ക് എത്തിക്കുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും അഭിഷേക് മരിക്കുകയായിരുന്നു. കലൂർ സ്വദേശിയാണ്. അവിടെ താമസിക്കുന്നത്. അവിടെ നിന്നുമാണ് ഈ വിദ്യാർത്ഥികളെല്ലാം എത്തിയത്. എന്തു തന്നെയായാലും ഇപ്പം കള്ളക്കടലും മറ്റുമുള്ള ഈ ഒരു സമയത്ത് ബീച്ചിലേക്കും മറ്റും ഇറങ്ങുന്നതിന് വലിയ രീതിയിൽ വിലക്കും മുന്നറിയിപ്പും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം മുന്നറിയിപ്പുകളൊക്കെ നിലനിൽക്കുകയും അപകടകരമായി ഇത്തരത്തിൽ ബീച്ചിൽ ഇറങ്ങുന്നവരുടെ എണ്ണവും കൂടി വരുന്നുണ്ട് എന്ന് തീരവാസികൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ മരിച്ചു, 2 പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ഇവർ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നത്. എന്നാൽ പ്രതീക്ഷയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നതും. വിഷ്ണു, വ്യക്തമാണ്. സുധീഷാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.